ഇപ്പോൾ വിഷുവായിട്ട് ഒരുപാട് ഓഫറുകളോട് കൂടിയായിട്ടാണ് ക്യാപ്സ് കാർസ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ഓഫറിൽ വരുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കാണിച്ചാലോ? അപ്പോൾ ക്യാപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു മാസം നമുക്ക് ഒരുപാട് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കാം. കാരണം വിഷു വരുന്നുണ്ട്, ഓഫേഴ്സ് ഒന്നും ഇല്ലയെന്ന് ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ കിടില ഓഫേഴ്സായിട്ടാണ് ഈ ഒരു മാസം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മീൻചന്ത തിരുവണ്ണൂർ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ക്യാപ്സ് കാർസിലാണ്. അപ്പോൾ നമുക്ക് ഈ മാസത്തുള്ള ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സ്റ്റോക്കിൽ ആദ്യത്തെ വാഹനം സ്കോഡ കുഷാക്കാണ്. 2022 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്കലി മിഡിൽ ഓപ്ഷനായ അംബിഷൻ ഓപ്ഷനാണ്. കിലോമീറ്റർ വന്നിട്ട് 36,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. റീപ്ലേസ്മെൻറ്റ് ക്ലെയിമും കാര്യങ്ങളും ഒന്നുമില്ല. കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്കൊരു 85-90 വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ക്യാപ്സ് ചോദിക്കുന്നത് 11,25,000 ഓക്കെ, നമുക്ക് അടുത്ത വണ്ടി കാണിച്ചു കൊടുത്താലോ? അപ്പോൾ അടുത്ത വാഹനം കിയയുടെ സെൽറ്റോസ് ആണ്. 2024 മോഡൽ ന്യൂ ഷേപ്പിൽ വെറും 18,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഈ ഒരു വാഹനത്തിന് നമുക്ക് അഡീഷണലി കസ്റ്റമർ 360 ഡിഗ്രി ക്യാമറ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ പാർട്ടിയിലേക്കെല്ലാം നോക്കുമ്പോൾ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് യൂസ് ചെയ്ത വാഹനമാണ്. ടയർ പാർട്ടിയിലെല്ലാം പോകുമ്പോൾ 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏകദേശം 85-90 വരെ ടയർ നമുക്കിതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കസ്റ്റമറുടെ പ്രൊഫൈലും കാര്യങ്ങളും അനുസരിച്ച് നമുക്കൊരു 85-90 വരെ ഫിനാൻസ് സൗകര്യവും നമ്മുടെ ഭാഗത്ത് ലഭ്യമാണ്. പുതിയ വാഹനം എടുക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 4.25-5 ലക്ഷം രൂപയുടെ മാറ്റമാണ് ഈ ഒരു വാഹനം ഉള്ളത്. അപ്പോൾ ഇതിന് ക്യാപ്സ് ചോദിക്കുന്നത് 14,75,000 രൂപയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വാഹനം കാണിച്ചാലോ? അടുത്ത വാഹനം ഹുണ്ടായുടെ ക്രെറ്റയാണ്. 2022 മോഡൽ പെട്രോൾ മാനുവൽ SX വെറും 32,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഡ്രിവൺ ആയിട്ടുള്ളത്. ഇന്റീരിയർ പാർട്ടിയിലേക്കെല്ലാം നോക്കുമ്പോൾ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ലെസ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 75 എബവ് ടയർ കാണാം. ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, പുഷ് ബട്ടൺ, അലോയ്, ടച്ച് സ്ക്രീൻ, പാനോറമിക് സൺറൂഫ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 12,90,000 ആണ്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി മാക്സിമം ഫിനാൻസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാഹനം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വാഹനം കാണിച്ചാലോ? അടുത്ത വാഹനം ഡീസൽ മാനുവൽ വരുന്ന ജീപ്പ് കോമ്പസ് ആണ്. 2019 മോഡൽ ലിമിറ്റഡ്. സെക്കൻഡ് ഓണറിൽ വെറും 60,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഡ്രിവൺ ആയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇന്റീരിയർ പാർട്ടിലേക്കെല്ലാം പോകുമ്പോൾ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കസ്റ്റമർ യൂസ് ചെയ്തിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വാഹനത്തിന് നമുക്ക് ഏകദേശം ഒരു 90% വരെ ഫിനാൻസ് സൗകര്യം, മാക്സിമം ഫുൾ ഓൺ തന്നെ ഈ ഒരു വാഹനം നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ക്യാപ്സ് കാർസ് ചോദിക്കുന്നത് ഏകദേശം 10,70,000 രൂപയാണ്. നമുക്ക് അടുത്ത വാഹനം കാണിച്ചാലോ? അടുത്ത വാഹനം ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന 2022 മോഡൽ കിയ സെൽറ്റോസ് ആണ്. GT ലൈനാണ്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ലോഡഡ് ആണ് ഈ ഒരു വാഹനം. ഇന്റീരിയർ പാർട്ടിയിലേക്കെല്ലാം വരുമ്പോൾ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വരുമ്പോൾ സീറ്റ് വെന്റിലേഷൻ, പുഷ് ബട്ടൺ, അലോയ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങൾ, റീപ്ലേസ്മെന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിലില്ല. ഏകദേശം 85-90 വരെ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ക്യാപ്സ് ചോദിക്കുന്നത് വെറും 16,70,000 ആണ്. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് കൊടുക്കാം. അടുത്ത വാഹനം കാണിച്ചാലോ? അടുത്തൊരു 7 സീറ്റർ വാഹനമാണ്. കിയയുടെ കാരൻസ് ആണ്. പെട്രോൾ മാനുവൽ 2022 മോഡൽ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ലക്ഷറി പ്ലസ് ആണ്. സീറ്റ് വെന്റിലേഷൻ, പുഷ് ബട്ടൺ, അലോയി, ടച്ച് സ്ക്രീൻ, ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ കാണാം. പിന്നെ ഇന്റീരിയർ പാർട്ടിയിലേക്കെല്ലാം നമ്മൾ വരുമ്പോൾ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഒരു ലക്ഷറി ഫിനിഷിങ്ങിലാണ് കമ്പനി ഇതിനെ ഇൻബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കിലോമീറ്റർ ഒക്കെ വരുന്ന ആകെ 12,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ക്യാപ്സ് കാർസ് ചോദിക്കുന്നത് 13,70,000 ആണ്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്കൊരു 85-90 വരെ ഫിനാൻസ് കസ്റ്റമറെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത വാഹനം കാണിച്ചാലോ? അപ്പോൾ അടുത്ത വാഹനം ഡീസൽ മാനുവലിൽ ഏകദേശം 20 കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്ന കിയയുടെ സെൽറ്റോസ് ആണ്. ന്യൂ ഷേപ്പ് വാഹനമാണ്. വെറും 35,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഡ്രിവൺ ആയിട്ടുള്ളത്. HT ആണ് ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാം. പുതിയൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 4.25 ലക്ഷം രൂപയുടെ മാറ്റം നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് 13,60,000 രൂപ മാത്രമാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് കൊടുക്കാം. അടുത്ത വാഹനം കാണിച്ചാലോ? അടുത്ത വാഹനം കിയയുടെ പോപ്പുലർ ആയിട്ടുള്ള IMT വെഹിക്കിൾ ആണ്. 2023 മോഡൽ പെട്രോൾ IMT ആണ്. 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ ഒരു വാഹനം ഒരു സെമി ഓട്ടോമാറ്റിക് ആണ്. മാനുവൽ വാഹനം ഉപയോഗിച്ച ആൾക്കാർക്ക് വളരെ കംഫർട്ടാണ്. ക്ലച്ച് ഉണ്ടാവില്ല. ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് മാനുവലി നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം. ക്ലച്ച് ഉണ്ടാവില്ല. പെട്രോൾ ആണ് വരുന്നത്. ഏകദേശം 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളും ഒന്നും കസ്റ്റമർ ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ വേറെ മേജർ ആക്സിഡന്റ് ക്ലെയിം വർക്ക് കാര്യങ്ങളൊന്നും വാഹനത്തിൽ എടുത്തിട്ടില്ല. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്.
ഓക്കെ, ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വളരെ അട്രാക്റ്റീവ് ആണ്. 11,75,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. അടുത്ത വാഹനം കാണിച്ചാലോ. അടുത്ത വാഹനം മാരുതിയുടെ ജിമിനിയാണ്. 2024 മോഡൽ, 25 രജിസ്ട്രേഷൻ ഉണ്ട്. പെട്രോൾ മാനുവൽ ആണ്, 4x4 ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 14,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഡ്രിവൺ ആയിട്ടുള്ളത്. ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കസ്റ്റമറുടെ പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് നമുക്കിതിന് ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. പുതിയ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 3.25 ലക്ഷം രൂപയുടെ മാറ്റം നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇന്റീരിയർ സൈഡൊക്കെ നോക്കുമ്പോൾ വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതുപോലെ തന്നെ വേറെ റീപ്ലേസ്മെൻറ്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്യാപ്സിൻ്റെ 1 ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി നമ്മുടെ എല്ലാ വാഹനത്തിനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ പ്രൈസ് വയ്ക്കുന്നത് 10,90,000 ആണ്. അപ്പം അടുത്ത വാഹനം കാണിച്ചാലോ. സ്റ്റോക്കിൽ അവസാന വാഹനം ഹോണ്ട സിറ്റി ആണ്. CVT ഓട്ടോമാറ്റിക്കലി വെറും 46,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വാഹനം ഡ്രിവൺ ആയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ സൺറൂഫ്, പുഷ് ബട്ടൺ, ക്രൂസ് കൺട്രോൾ, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, റിയർ ക്യാമറ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഒരു ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്കൊരു 85-90 വരെ ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്. അപ്പം ആക്സിഡന്റ് ക്ലെയിം വർക്ക്, അങ്ങനെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് 11,40,000 ആണ്. ഇഷ്യമായിട്ട് ഒരുപാട് ഓഫറുകൾ നമ്മുടെ ക്യാപ്സിൽ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എന്നും പറയുന്ന പോലെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മീഞ്ചന്ത തിരുവണ്ണൂർ ബൈപ്പാസിൽ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റ് ക്യാപ്സ്കാസിലാണ് ഈ എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അടുത്ത പുതിയ കിഡിലും ഓഫറുകളായിട്ടുള്ള വീഡിയോ വരുന്നതാണ്. അപ്പം ബൈ.